സബ്ക്കെ സ്വാഗത് ബാ. ഞാൻ ഈ പരിപാടി തുടങ്ങിയപ്പോൾ എനിക്കൊരു ഒറ്റ കാര്യത്തിലെ നിർബന്ധം ഉണ്ടായിരുന്നു. അതായത് ആൾക്കാർ ഒരിക്കലും കേൾക്കാത്ത ഭാഷയിൽ അവർ ഒരു കാലത്തും കാണാൻ സാധ്യതയില്ലാത്ത സിനിമകൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുതിയ ബാച്ച എന്നിങ്ങനെ അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്താ. പക്ഷേ വേറൊരു കാര്യം പറയാം. പൊതുവിൽ ഈ യൂട്യൂബിലൊക്കെ ഒരു 300 മില്യൺ വ്യൂസൊക്കെ വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു ഹിറ്റ് പാട്ടാണെന്ന് വെച്ചാൽ എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടായിരിക്കും. പക്ഷേ എല്ലാ 300 മില്യൺ വരുന്ന പാട്ടുകളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ലോകത്തിൽ ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമുണ്ട്, അവർ ഒരേ ട്യൂണിൽ ഒരേ കച്ചറ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പല വീഡിയോ വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ മിനിമം 30 മില്യൺ പോവും, 670 മില്യൺ വരെയൊക്കെ പോയ ചരിത്രമുണ്ട്. അതായത് ആ പാട്ടുകളുടെയൊക്കെ റൈറ്റ്സ് നിങ്ങൾ വെറും നക്കാപ്പിച്ച കാശ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിസർവ് ബാങ്ക് വരെ മേടിക്കാം. 3 റിസർവ് ബാങ്ക് ആണോ 3? ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ നൈസർഗികമായി അവലംബിക്കാൻ പോകുന്നത് ഭോജ്പുരി ഇൻഡസ്ട്രിയുടെ കണ്ണിലുണ്ണിയായ ദിനേഷ് ലാൽ യാദവ് സാറിൻ്റെ ഒരു പടമാണ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഭാരതപിതാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അതായത് എല്ലാ സിനിമയിലും ഭാരത മാതാവാണല്ലോ, ഇതിനകത്ത് പിതാവ്. അപ്പോൾ ഭാരതപിതാവ് നമ്മളോട് പറയാണ് അദ്ദേഹത്തെ നശിപ്പിക്കാനായിട്ട് പലരും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 മക്കൾ അദ്ദേഹത്തെ രക്ഷിച്ചു. പക്ഷേ ഈ 4 മക്കളല്ലാതെ അദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട്. അവനെ ആളുകൾ ചെല്ലപ്പേരിട്ട് ഹിന്ദുസ്ഥാന്റെ സിംഗം എന്ന് വിളിക്കുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കേണ്ട, നിങ്ങൾക്ക് ഇയാളെ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. അപ്പോൾ ഭാരതപിതാവ് നമ്മളോട് പറഞ്ഞല്ലോ അങ്ങേരുടെ പഴയ മക്കളെ പറ്റി. അവർക്കൊക്കെ നേരിടാൻ ക്രൂരരായ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ പുതിയ മകന് നേരിടാൻ കൗശലക്കാരനായ ഒരു വില്ലനുണ്ട്. ഈ സിനിമയിൽ ആ വില്ലൻ്റെ പേര് RDX എന്നാണ്. ഈ RDX പടയപ്പ. അപ്പോൾ ഈ RDX ഈ പടത്തിൽ ആൾ കൂളാണ്. കൂളെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പോൾ ദേഷ്യം വരത്തില്ലേ, അതേപോലെ ഇങ്ങനെ ദേഷ്യം വരുമ്പോഴത്തേക്കും വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് പൂളിലോട്ട് എടുത്ത് ചാടി തണുത്തു ചില്ലായി എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്കും അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ പിന്നെയും ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് തണുത്ത ബിയർ അകത്താക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ പിന്നെയും ചൂടാവും. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല. അതായത് ഈ ഹോട്ട് അമ്മാവിന് ജീവിതത്തിലാകെ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഭാരതപിതാവിനെ നശിപ്പിക്കുക. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. ഇല്ല, നമ്മുടെ പിതാവിന്റെ മരണം വരെ ഇങ്ങനെ ആയുസില്ല. കാരണം നമ്മുടെ ഹീറോ ആളൊരു പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഞാൻ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയായില്ലേ? നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. സോ ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട, സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. വേഗയുടെ 439 രൂപയുടെ ഹെൽമെറ്റും വെൽഡിംഗ് പണിക്ക് പോകുമ്പോൾ വയ്ക്കുന്ന ഒരു ഗ്ലാസും വാത്സ്യാനന്റെ കാലത്തെ കവചശകലങ്ങളും വിത്ത് ഫുൾ കൈ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് എ ടൈ. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പുച്ഛിക്കേണ്ട. ലോകത്ത് ആരുടെയും കയ്യിലില്ലാത്ത ഒരു ടെക്നോളജി ഇങ്ങേറെ കയ്യിലുണ്ട്. ആ നെഞ്ചത്തിരിക്കുന്ന വാക്കി ടോക്കി ഉണ്ടോ? അതിലോട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്കൊരു വാക്കി ടോക്കി ഉണ്ടാവണമെന്നൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഫോണില്ലേ, ഫോണിൽ അങ്ങേറെ വാക്കി ടോക്കിയിലോട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ നിങ്ങളുടെ വീട്ടിൽ വന്നത് ചെയ്തു തരും. അപ്പം ഇങ്ങേറെ ഹയർ ഒഫീഷ്യൽ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിൽ പോകുന്ന ഇന്ത്യൻ മിനിസ്റ്ററെ അവിടെ വെച്ച് കൊല്ലാൻ പ്ലാൻ ഉണ്ട്, അത് എങ്ങനെ തടുത്തു നിർത്തണമെന്ന്. അപ്പോൾ എന്തായാലും മിഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെ മിഷനൊക്കെ പോകുന്ന കമാൻഡോസിന് ഹെലികോപ്റ്ററൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? ഇല്ല, ചിരിക്കണ്ട, തന്നു. പക്ഷേ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആർമിയിൽ ഹെലികോപ്റ്റർ ഒന്നും വേക്കൻ്റ് ആയിട്ടില്ല. അവസാനം അങ്ങേരെ നൻപൻ പ്രഭുവിനെ വിളിച്ചിട്ട് പ്രഭുവിൻ്റെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ സിംഹം ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ അങ്ങ് നേപ്പാളിൽ മിനിസ്റ്ററെ കൊല്ലാൻ റൺവേയുടെ അറ്റത്തൊരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച തോക്കുമായിട്ട് കൊലയാളി കാത്തിരിക്കുകയാണ്. ശേ, ഇതിപ്പോൾ മിനിസ്റ്ററെ കൊല്ലുമല്ലോ, സിംഹമേ എന്തെങ്കിലും ചെയ്യേ. വാ അല്ല എന്നാൽ കുറച്ചുകൂടെ സ്പീഡിൽ. അല്ല, ഇങ്ങനെ ഇതിൽ ഇച്ചിരി സ്ലോ ആണെങ്കിലും തോക്കുണ്ടായിട്ടും കത്തിക്കുത്തിന് മനസ്സ് കാണിച്ച് ആ വില്ലനെ ഒറ്റ കുത്തിന് തന്നെ അണ്ണം തീർക്കും. ഇതിപ്പോ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തീരുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇനി ബുള്ളറ്റിൽ ബോംബുമായിട്ട് വന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിച്ച് എല്ലാവരും മാനത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ ദാണ്ട സിംഹഗർജനം. അണ്ണ എന്ത് ചെയ്യാൻ പോവാ? ഓ അങ്ങനെ ഇത് കണ്ടത് മിനിസ്റ്റർ ചാർജ് ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും, നീ തന്നെ ഹിന്ദുസ്ഥാന്റെ സിംഗം എന്ന്.
ഇത് കഴിഞ്ഞിട്ട് യുദ്ധം ജയിച്ച പഠനെ പോലെ സിംഹം കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നു. സിംഹം ഓഫ് ഡ്യൂട്ടി ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പലരും അവന്മാരുടെ വേലത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും യവൻ വന്നൊരു ഭിത്തിയിൽ ഞെക്കുമ്പോൾ പെട്ടെന്ന് വിനയന്റെ പടത്തിൽ വരുന്ന പോലെ ഭിത്തി പൊളിഞ്ഞ് അങ്ങ് മാറുന്നു. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇവന്റെ സന്തോഷം കണ്ടിട്ട് ഇത് ഏതാണ്ട് CD ആണെന്ന് തോന്നുന്നു. അത് തന്നെ. എന്തായാലും ഇവൻ CD എടുത്തുകൊണ്ട് പോയതിന് ശേഷം നമ്മുടെ മറ്റേ ഹയർ ഓഫീസർ വരും. ഓ മൈ ഗോഡ്, അങ്ങേറെ CD ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയ സാധനം തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് ഒരാളെ കൊണ്ടേ പറ്റൂ. വിളി, നമ്മുടെ സിംഹത്തിനെ വിളി. ആദ്യമായിട്ടായിരിക്കും ഒരു തുണ്ട് CD പിടിക്കാനൊക്കെ ഇമ്മാതിരി ഹൈ സ്പീഡ് ചേസ്. പക്ഷേ ഈ സിനിമയിൽ ആർമിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് മേടിച്ചു കൊടുക്കാൻ കാശില്ലെന്നുള്ളൂ. പക്ഷേ ഈ ഫുൾ ചേസ് ഓൺലൈൻ സ്പോട്ട് എഡിറ്റ് ചെയ്ത് 4K ലൈവ് സ്ട്രീം ചെയ്ത് വീട്ടിലിരുന്ന് കാണാനുള്ള ഫെസിലിറ്റിയൊക്കെ അവർക്കുണ്ട്. എന്തായാലും അണ്ണൻ കള്ളനെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടുന്ന ഇവരവിടെ ഓഫീസ് റൂമിലിരുന്ന് കണ്ടു. അപ്പോൾ എന്തായാലും മിഷൻ സക്സസ്. അപ്പോൾ ഇവർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. പിടിപിടറോ, ഇയാളെന്താ കമാൻഡോസിനെ കണ്ടിട്ടില്ലേ? എന്തായാലും വെള്ളത്തിലോട്ട് ചാടിയത് കള്ളനെ കൊണ്ടാണെങ്കിലും അങ്ങേര് പൊങ്ങിയത് ഒരു പെണ്ണിനെ കൊണ്ടാണ്. അങ്ങേരുടെ ദീർഘകാലത്തെ ആഗ്രഹം സഫലമായെന്ന് വേണം നമ്മൾ കരുതാൻ. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു സിംഹത്തിന് ഇഷ്ടപ്പെട്ടോന്ന്. ബോധം വരുന്നവരെ നിൽക്കാനാണെങ്കിൽ സിംഹത്തിന് ടൈമും ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താടാ ചാവാൻ പോകുന്നവരൊക്കെ കൃത്രിമശ്വാസം കൊടുത്തൂടെ എന്ന്. നിൽക്ക്, അടുത്ത സാധനം കൂടെ കാണ്. അതായത് ഇവർ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഇത്രയും നേരം വിഷപാതകം അകത്തോട്ട് അടിച്ചു കയറ്റിയത് പ്രശ്നമായി. ചേച്ചി എഴുന്നേറ്റു. മാറിപ്പോടാ തെണ്ടി. പക്ഷെ സിംഹം ഇപ്പോഴും ഒരു ട്രാൻസിലാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു സംസ്കാരം വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മൻ തന്ന ആളുടെ വീട്ടിലോട്ട് മന്ദം എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ശരിയാണോ? ഇനി അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഏതായാലും അവളെ അതിനകത്ത് കയറ്റിപ്പോയി. കയറിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്തൊരു പാട്ടിനിടയ്ക്ക് ഒരു ഫയർ എഞ്ചിനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്? പാട്ട് കഴിഞ്ഞാൽ ചേച്ചിയെ വില്ലൻ പിടിച്ചോണ്ട് പോകും. പക്ഷേ വില്ലൻ ആള് ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങേരി ആർഷഭാരത സംസ്കാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേര് പറയും ത്രയംബകം വില്ലൊടിച്ച് രാമൻ സീതയെ സ്വന്തമാക്കിയതുപോലെ എൻ്റെ കൂടെ ഒരു പന്തയം ജയിച്ചിട്ട് നീ വേണമെങ്കിൽ നായികയെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ വില്ലൻ തീരുമാനിക്കുന്ന പന്തയമാണ് ബൈക്ക് റേസ് പന്തയം. നമ്മുടെ സിംഹത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സിംഹം മനസ്സില്ലാതെ പന്തയത്തിന് ചെല്ലും. ഈ വില്ലനാൾ ചില്ലറപ്പായില്ല. പക്ഷേ നമ്മുടെ സിംഹം അങ്ങനെയാണോ? അണ്ണനാണെങ്കിൽ ഹെലികോപ്റ്റർ മാത്രം ഓടിച്ച ശീലമുള്ളൂ. അപ്പോഴാണ് റോഡിൽ കൂടെ പോകുന്ന ഒരു ബൈക്ക് കൊണ്ട് കൊടുക്കുന്നത്. അണ്ണാ അതങ്ങ് പറത്തി തരണം. എന്തായാലും മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിന് ചേച്ചിയെ കെട്ടിച്ചു കൊടുത്താലോ എന്ന് വീട്ടുകാരെല്ലാം കൂടി ഇരുന്ന് ഡിസ്കഷൻ. നല്ല ഒന്നാന്തര സ്ഥിരതയുള്ള ഫാമിലി ആയതുകൊണ്ട് നട്ടുച്ചയ്ക്ക് തുടങ്ങുന്ന ചർച്ച പാതിരാത്രി ആയപ്പോഴാണ് തീർന്നത്. അപ്പോൾ ഈ ശുഭരാത്രിക്ക് ശേഷം ഒരു ഗുഡ് മോർണിംഗ്. അവിടെ നമ്മുടെ സിംഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ കെട്ടാനുള്ള ഒരു രാഖി മേടിക്കാനായിട്ട് വന്ന് നിൽക്കുക. പെട്ടെന്ന് ഒരു നിഞ്ചാ ചേട്ടൻ വന്ന് ചേച്ചിയെ തട്ടുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഈ സൗണ്ട് കേട്ടപ്പോഴാണ് ചേച്ചിക്ക് പോലും സംശയം തോന്നിയത്. ചേച്ചി പുറകെ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം നിഞ്ച ക്ലോണുകളിരുന്ന് ബോംബ് ഉണ്ടാക്കുന്നു. ചേച്ചി അവരെ കണ്ടു, അവരെ ചേച്ചി കണ്ടു എന്നുള്ളത് അവരും കണ്ടു. പിന്നെ എന്താണ് ചേസ്? സിംഹത്തിൻ്റെ പെങ്ങളല്ലേ, ചേച്ചിയും തിരിച്ചടിക്കും. അപ്പോൾ ഭോജ്പൂരി സിനിമകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണമാണിത്. പക്ഷേ സ്ത്രീ ശാക്തീകരണമൊക്കെ ഏതാണ്ട് ഇവിടം വരെ ഉള്ളൂ. ചേച്ചി അവന്മാർ കുത്തും. പക്ഷെ അവിടേക്ക് നമ്മുടെ സിംഹം വരും. ചാവാൻ കിടക്കുന്ന നേരത്ത് ഹോസ്പിറ്റലൊന്നും പോകേണ്ട, ചേട്ടൻ കൈ ഒന്ന് നീട്ടിക്കുകയെന്ന് പറഞ്ഞിട്ട് ചേച്ചി അണ്ണൻ്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കും. ഇന്നത്തെ ദിവസം അങ്ങനെ കൈ കിട്ടുന്ന 36ാമത്തെ രാഖിയാണിത്. രാഖി കെട്ടി കഴിയുമ്പോഴത്തേക്കും തങ്കച്ചി ഡെഡ്. അണ്ണൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. അങ്ങനെ അണ്ണൻ തങ്കച്ചിയുടെ ബോഡി എടുത്തുകൊണ്ടെന്ന് വീട്ടിൽ പോകുമ്പോൾ അവിടെ ഓൾറെഡി ഉമ്മറത്ത് 3 ബോഡി റെഡി. ഇത് ഇച്ചിരി അൻവർ കഥയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പാതിരാത്രിക്ക് അവർ കല്യാണം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് തുണി എടുക്കാനായിട്ട് അവർ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ തുണിക്കടയിലോട്ട് പോകും. അവിടെ ഇവർ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ബോംബ് പൊട്ടും. എന്ത് പൊട്ടും? ബോംബ് പൊട്ടും. അങ്ങനെ അണ്ണൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഡെഡ്. പക്ഷേ ചേച്ചിയുടെ രാശി നല്ല ഒന്നാന്തരം രാശി. വന്ന് കയറി ഫാമിലിയിലുള്ള മൊത്തം ആൾക്കാരും ക്ലോസ്. ഇതിന് നമ്മുടെ ബസൂക്ക അണ്ണൻ പോലെ എത്രയോ ഭേദം. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെ പിടിക്കണമെന്നുള്ള ആവശ്യമായിട്ട് സിംഹം ഹയർ ഓഫീസറിന്റെ മുന്നിലെത്തും. അങ്ങേറെ CD തിരിച്ചു പിടിച്ചു കൊടുത്തതിൻ്റെ നന്ദി അങ്ങേരെ കാണിക്കാതിരിക്കില്ല. പക്ഷെ അങ്ങേറെ ഓഫീസ് ഒരു വെറൈറ്റി ഓഫീസാണ്. അതായത് അങ്ങേറെ ടേബിളിൽ എല്ലാം 2 എണ്ണം ഉണ്ട്.
2 കലണ്ടർ, 2 ട്രോഫി, 2 ഫ്ലാഗ്, 4 പേന. അത് മാത്രമല്ല, കുത്താൻ കമ്പ്യൂട്ടറൊന്നും ഇല്ലെങ്കിലും 2 വയർലെസ് മൗസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേറെ മുന്നിൽ ചെന്നിരുന്നാണ് അണ്ണൻ വിഷമം പറയുന്നത്. അണ്ണ കുറച്ചുകൂടെ വലത്തോട്ട് ചെരിഞ്ഞ് ആ വാക്കി ടോക്കി ചെവിയിലിടാം. പക്ഷേ അപ്പോൾ നമ്മുടെ ഓഫീസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ തൽക്കാലം തീവ്രവാദിയെ പിടിക്കേണ്ട എന്നാണ്. പക്ഷേ നമ്മുടെ അണ്ണൻ ചൈനയ്ക്കെതിരെ വരെ യുദ്ധം ചെയ്യാൻ നിൽക്കുക. അത് ഈ ഓഫീസറിന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പിന്നെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് പ്രസംഗം, അത് മണിക്കൂറുകൾ എഴുന്നേറ്റ് എന്നുള്ള പ്രസംഗം. അത് കേട്ടിട്ട് സഹി കേട്ടിട്ട് അയാൾ പറയും, ഇന്നാടാ ഫയൽ കൊണ്ട് തിന്നണ ആളെ വിടറ ഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിൽ ഒരു ഐറ്റം സോങ്. ഇത് കഴിയുമ്പോൾ സിംഹവും ചേച്ചിയും കൂടെ ഒരു ഓയോ റൂം എടുക്കും, ഒരു പാട്ട്. അത് കഴിയുമ്പോൾ വില്ലമാറ പിടിയുന്ന സിംഹവും ചേച്ചിയും കൂടെ ഓടി രക്ഷപ്പെട്ട് ഒരു കാട്ടിൽ ഒളിക്കും. ഓയോയിൽ നടക്കാത്ത യോയോ ഇവിടെ എന്ന് ചേച്ചി. വീണ്ടും ഒരു പാട്ട്. ചേച്ചി വന്നതിന് ശേഷമുള്ള 4ാമത്തെ പാട്ടാണിത്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് സിംഹം കണ്ണു തുറക്കുമ്പോൾ ചേച്ചിയെ കാണാനില്ല. ചേച്ചിയെ വില്ലൻ്റെ ഗ്യാങ് പിടിച്ചോണ്ട് പോയതാണ്. അണ്ണാ, അങ്ങനെ വണ്ടിയുടെ മുന്നിൽ നിർത്തിയാവുന്ന അവന്മാർ വണ്ടി നിർത്തൂല കേട്ടാ. അങ്ങനെ അണ്ണൻ ആ തടിയെടുത്ത് വണ്ടിയിലോട്ട് എറിയും. കൺട്രോൾ വിട്ട് വന്ന വണ്ടിക്ക് ഇട്ടൊരു അറ്റ ഇടി. വണ്ടി ചെന്ന് മരത്തിലടിക്കും. ചേച്ചി തെറിച്ച് നിന്ന് പുറത്തോട്ടും വീഴും. പക്ഷേ വില്ലന്മാർ വീട്ടില്ല, കാട്ടിൽ വെച്ച് പിന്നെ ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ നിന്ന് ചേച്ചി രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിൽ ചേച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അണ്ണനെ അല്ല, മറ്റേ ആ വില്ലനെ. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമ്മുടെ ചേച്ചിയുടെ ചേട്ടനാണ്. അങ്ങേറെ ഫ്ലാഷ് ബാക്കിൽ അങ്ങേര് പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ഉടനെ അങ്ങേറെ ഭാര്യയെ കാണുന്നു. പിന്നെയും ഒരു പാട്ട്. 2.5 മണിക്കൂർ പടത്തിലെ എത്തന പാട്ടടാ വെപ്പേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ RDX ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ നമ്മുടെ ചേട്ടനെ അധികാരികളെ അറിയിക്കും. പക്ഷേ അങ്ങേര് RDXന് അത് ഒറ്റ കൊടുക്കും. RDX ചേട്ടനെ കാളപ്പൂട്ടിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങേരുടെ വീട്ടുകാരെ പിടിച്ചുകൊണ്ട് വന്ന് ടോർച്ചർ ചെയ്യും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ ഇവരുടെ ഫ്ലാഷ് ബാക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി യുദ്ധമൊക്കെ ഒരുമിച്ചെന്ന് സിംഹം അങ്ങ് തീരുമാനിക്കും. ഇതിവിടെ നടക്കുമ്പോൾ നമ്മുടെ RDX എന്തോ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങേരുടെ മുന്നിൽ ഈ നിൽക്കുന്നത് ഒരു സയൻറ്റിസ്റ്റാണ്. അങ്ങേര് നമ്മുടെ RDXന് ഒരു മിസൈൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കാനായിട്ട് ഇങ്ങനെ ഈ ബ്ലൂ സ്ക്രീനിൻ്റെ ഏതറ്റത്തിട്ട് തോണ്ടിയാലും ഒരു പുല്ലും നടക്കില്ല. ആ സ്ക്രീനിന് എന്തെങ്കിലും തോന്നിയാൽ മാത്രം അതെന്തെങ്കിലും കാണിക്കുന്ന സാധനം വെച്ച് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എന്തായാലും ഈ ബ്ലൂ സ്ക്രീൻ ഷോ RDXന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങേർക്ക് ഇത് പോരാ. ഇങ്ങേര് പറയുന്നത് ഇങ്ങേർക്ക് ഒരു മിസൈലും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അത് ഒരു 5 മണിക്കൂർ സമയത്തിൽ. എടോ, ബട്ടർ ബൺ ഉണ്ടാക്കാൻ വേണോടോ കളവ അതിൽ കൂടുതൽ സമയം. പക്ഷേ ഈ മിസൈലൊക്കെ എന്തിനാണ്? നമ്മുടെ ഭാരതപിതാവിനെ നശിപ്പിക്കാൻ. പക്ഷേ അത് നടക്കില്ല എന്ന് നമുക്കറിയാലോ. കാരണം നമുക്ക് നമ്മുടെ സിംഹമുണ്ട്. ആൻഡ് സിംഹം വില്ലൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ടോം ക്രൂസിന് ശേഷം ഏറ്റവും കിടിലൻ ആക്ഷൻ സീൻസ് ചെയ്യുന്ന ഒരു ഹീറോ എന്തായാലും നമ്മുടെ അണ്ണൻ തന്നെയാണ്. ഈ ഹെലികോപ്റ്റർ ജമ്പും ബൈക്ക് ജമ്പും ഒക്കെ ടോം ക്രൂസിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അമ്പിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഊർന്നൂർന്ന് പോകാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ആക്ഷൻ സെറ്റ് പീസ് നമ്മുടെ ജോൺ വിക്കിലൊക്കെ വരുന്ന പോലെ. അപ്പോൾ സിംഹം വില്ലൻ്റെ കോട്ടയ്ക്ക് അതോട്ട് ഇടിച്ചു കയറും. അവിടെ ഈ കാർഡ്ബോർഡും പശയൊക്കെ വെച്ച് ഭിത്തി ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തതല്ല, ഇമാതിരി സെറ്റപ്പും വെച്ചിട്ടാണ് ഇവൻ മിസൈൽ ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇവിടെ ഇതൊക്കെ തകർക്കാൻ അങ്ങാടി പറക്കാൻ മതിയല്ലോ. അപ്പോൾ ഈ സ്ട്രെച്ചിനകത്ത് അണ്ണൻ ടോം ക്രൂസ് പോലും ചെയ്യാത്ത ഒരു കിടിലം പരിപാടി ചെയ്യും. എന്തായാലും സിംഹം കത്തി ചവിട്ടി അങ്ങനെ പള്ളക്ക് കയറ്റിയിട്ട് തോക്ക് നേടും. എന്നിട്ട് പിന്നെ തോക്ക് വെച്ചുള്ള പരാക്രമങ്ങൾ. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. അപ്പോൾ സിംഹത്തിനെ കൂടുതലടയ്ക്കുന്നതിന് മുമ്പ് RDXന് മുന്നിൽ കൊണ്ടു ചെല്ലും. RDX ആള് തെണ്ടിയാണെങ്കിലും മാന്യനാണ്. അദ്ദേഹം പറയും, വരൂ, ഇരിക്കൂ. പക്ഷെ അണ്ണൻ അങ്ങനെ ഏതെങ്കിലും തീവ്രവാദി വെച്ച് നീട്ടുന്ന അവതാരത്തിൽ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാലാണെങ്കിൽ കഴിക്കുന്നുണ്ട്. അങ്ങേറെ കയ്യിൽ ആകെ ഒരു 5 മീറ്റർ നൂല് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? പക്ഷേ ഇങ്ങേറെ ഈ പട്ടി ഷോ RDX ഇഷ്ടപ്പെട്ടില്ല. അങ്ങേര് എഴുന്നേറ്റ് ഇന്ന് സയന്റിസ്റ്റിനെ വലിച്ച് ബ്ലൂ സ്ക്രീനിലോട്ട് എറിയും. അപ്പോൾ സ്ക്രീൻ അൺലോക്ക് ആവും. അങ്ങേര് അപ്പോൾ സിംഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങേര് മിസൈൽ വിടാൻ പോവുകയാണെന്ന്. ആ മിസൈൽ ചെന്ന് ഇടിക്കുന്ന സ്ഥലത്താണ് നായികയും അണ്ണനും ഒക്കെ ഉള്ളത്. ഇനി മിസൈൽ ഡിഫ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ആ സയന്റിസ്റ്റിനെ അങ്ങ് വെടിവെക്കും. RDX ആള് ഭീകരനാണെങ്കിലും പിള്ളേരുടെ മനസ്സാണ്. ഈ മിസൈൽ അവിടെ നിന്ന് പുറത്തുനിന്ന് വിടുന്നത് കാണാനായിട്ട് അങ്ങേര് അതിൻ്റെ മൂട്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും. ഈ സമയത്ത് അണ്ണൻ അവിടെയുള്ള പെണ്ണുങ്ങളെ മുഴുവൻ വെടിവെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ ചത്ത് കിടക്കുന്ന സയൻറ്റിസ്റ്റ് ഉയർത്തെഴുന്നേക്കും. അങ്ങേര് വീണ്ടും ആ സ്ക്രീനിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തേക്കും. അങ്ങേര് ചാവാൻ നേരത്ത് അത്രയും കിടന്നിട്ട് തേച്ചിട്ട് അങ്ങേർക്ക് ആകെ സമയം കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് മറ്റേ 29 മിനിറ്റ് എന്നുള്ളത് അങ്ങേര് ഒരു 1 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിംഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മിനിമം ഒരു 50 കിലോമീറ്റർ എങ്കിലും അപ്പുറത്താണ് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇത്രയും വലിയ ദൂരത്തിൽ ഇത്രയും കുറച്ച് സമയം കൊണ്ട് എങ്ങനെ എത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ കാറ്, ഫ്ലൈറ്റ്, ഹെലികോപ്റ്റർ, കുതിര. എന്തായാലും ആളില്ലാത്ത മരുഭൂമിയിൽ സിംഹം കുതിര പുറത്തെത്തിയത് RDX ലൈവായിട്ടിരുന്ന് ലാപ്പിൽ കാണും. സിംഹം ചുറ്റും നോക്കുമ്പോൾ ദാണ്ട് ഒരു മിസൈൽ തള്ളി നിൽക്കുന്നു. സിംഹം കുതിരയെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇത് പക്ഷെ RDX തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് അങ്ങേര് ലൈവായിട്ട് കാണുമ്പോൾ അങ്ങേര് ഞെട്ടും. ഷടാ, ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന മിസൈൽ ഇവൻ എങ്ങനെ കണ്ടുപിടിച്ചു? മിസൈലിന്റെ കൺട്രോൾ സ്ക്രീനിലൊക്കെ എഴുതി വരും, യൂസർ നെയിം മോഷൻ ബി ടെക്.
പാസ്വേഡ് www.envato.net. അപ്പോൾ സിംഹം എന്താണെങ്കിലും മിസൈൽ നിർത്താൻ പോയല്ലോ. അങ്ങനെ അവിടെ ചെന്നിട്ട് സ്ക്രീനിലിട്ടൊരു തട്ട് കൊടുക്കും. അപ്പോൾ മിസൈൽ അങ്ങോട്ട് ചായും. വേറെ എവിടെയോട്ട് ഒരു തട്ട് കൊടുക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് ചായും. പിന്നെ എവിടെയോട്ട് തട്ടും. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനമായി. മിസൈൽ ലോഞ്ച്ഡ്. സിംഹമാണെങ്കിലും മിസൈൽ കത്തിക്കഴിഞ്ഞാൽ സട ഉൾപ്പെടെ കത്തിക്കരിഞ്ഞ് പണ്ടാരടങ്ങുന്ന സിംഹത്തിന് അറിയാം. അതുകൊണ്ട് സിംഹം ഓടും. പക്ഷെ അങ്ങേര് ചെന്ന് വീഴുന്നത് ചേച്ചിയും ചേട്ടനെ ഒളിപ്പിച്ച സ്ഥലത്താണ്. ഇതിനിപ്പോൾ ഈ പൊട്ടിത്തെറി കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ, അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. സിംഹം നൈസായിട്ട് ആ തെറിച്ച് വീണ മിസൈലിൻ്റെ മൂടി എടുത്ത് അവരുടെ മുകളിൽ വെച്ചിട്ട് അപ്പുറത്തോട്ട് ചാടും. എന്തായാലും അണ്ണൻ ചെന്ന് ദമ്മ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അണ്ണൻ ഡെഡ്. അപ്പോഴേക്ക് RDX കുതിരപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഭയ്യെ പട്ടിയെ തല്ലുന്നോലിട്ട് തല്ലും. പക്ഷെ കൊല്ലുന്നതിന് മുമ്പ് സിംഹം ഉയർത്തെഴുന്നേൽക്കും. സിംഹവും ഭയ്യയും ചേർന്ന് RDXനെ തോക്കിന്റെ മുന്നിൽ നിർത്തും. അപ്പോൾ ഉടനെ അങ്ങേറെ കെഞ്ചൽ, ഇനി വില്ലണ്ടാ. പക്ഷെ ഈ കെഞ്ചലിനൊന്നും അണ്ണൻ നിന്ന് കൊടുത്തില്ല. അണ്ണന് അമ്മാതിരി ദേഷ്യമുണ്ട്. പക്ഷെ എന്തായാലും RDXനെ വെടിവെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ണൻ്റെ കാറ്റ് പോകാറ്. പക്ഷെ മൊത്തത്തിൽ ട്യൂബ് വരുന്നതിന് മുമ്പ് അങ്ങേര് സിംഹവും ചേച്ചിയായിട്ടുള്ള കല്യാണം ഫൈനലൈസ് ചെയ്യും. കല്യാണം കഴിഞ്ഞെന്ന് കരുതി അണ്ണൻ വീട്ടിലിരിപ്പേനിൻ്റെതായോ